അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ, എനിക്ക് മുറിവ് പറ്റിയിരിക്കുന്നു. ഡ്രോണുകൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു. ഉമ്മ, ഉപ്പ, നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലസ്തീനിലെ മണ്ണിൽ നിന്നും കേൾക്കാൻ സാധിച്ച വാക്കുകളാണിത്. ഇസ്രയേൽ നരാധമർ ഫലസ്തീന് മേലെ നടത്തുന്ന വംശഹത്യ ഇപ്പോഴും തുടരുമ്പോൾ നിരവധി ആളുകളാണ് ഫലസ്തീനിന്റെ മണ്ണിൽ മരണപ്പെട്ട് വീണുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഫലസ്തീനിന്റെ മണ്ണിനു വേണ്ടി, സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാടിക്കൊണ്ട് അവസാന നിമിഷം മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ വാക്കുകളാണിത്. അദ്ദേഹം പറഞ്ഞ മറ്റു വരികൾ കൂടി ഇങ്ങനെയായിരുന്നു: എന്റെ ആത്മാവിനു വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യണം. റബ്ബ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നാളെ ശുപാർശ ചെയ്യും. ദൈവം ഏകനാണെന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൈവത്തിന്റെ അന്ത്യപ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. നിങ്ങൾ ക്ഷമിക്കുകയും റബ്ബിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുക. എന്റെ സഹോദരൻ രക്തസാക്ഷിയായിരുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം ചേരും. ഞങ്ങൾ ഞങ്ങളുടെ കടമ നിർവഹിച്ചിരിക്കുന്നു. ഇനിയെല്ലാം റബ്ബിന്റെ പക്കലാണ്. എല്ലാ സ്തുതിയും അവനാണ്. ഞാൻ സുബഹി നമസ്കരിച്ച് മറ്റു പ്രഭാത നമസ്കാരങ്ങൾ നിർവഹിച്ചു. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു. ഇതുവരെ എല്ലാം ഭംഗിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും എനിക്ക് പുറത്തു തരണം. എല്ലാവരോടും വിട. നമ്മുടെ ഒരു ഭൂമിയിലെ 2 തരം മനുഷ്യരാണുള്ളത്. ഒന്ന്, തങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് ബാധിക്കുമ്പോൾ ദൈവം എവിടെ, ദൈവമില്ല തുടങ്ങിയ ചർച്ചകളിൽ മുഴുകുന്നവർ. 2, എല്ലാവരും സുനിശ്ചിതമായ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവരാണ് എന്ന സത്യത്തെ പുൽകുന്നവർ. ദൈവത്തിന്റെ വലിയൊരു പ്ലാനിലെ കുഞ്ഞു കുഞ്ഞുങ്ങളാണ് തങ്ങളെന്ന് വിശ്വസിക്കുന്നവർ. അത് തിരുത്താനും മാറ്റിവരയ്ക്കാനും ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതിൽ തങ്ങളുടെ ഭാഗം നന്നായി നിർവഹിക്കുക എന്ന ബാധ്യത മാത്രമേ മനുഷ്യനുള്ളൂ എന്ന് നാം വിശ്വസിക്കണം. അത്തരത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇവരും. ഫലസ്തീനിലെ പോരാളികൾക്കും സാധാരണക്കാർക്കും, എന്തിന് കുഞ്ഞുങ്ങൾക്ക് വരെ ഒരേ മുഖമാണ്, ഒരേ മനസ്സാണ് എന്ന് തോന്നാറുണ്ട്. എത്ര ശാന്തമാണ് അവരുടെ അവസാന നിമിഷങ്ങൾ എന്ന് നോക്കൂ. ആരെയും പഴിക്കുന്നില്ല, ആരോടും പരിഭവമില്ല. സ്വാതന്ത്ര്യം എന്നാൽ നീതിയാണ്. നീതിക്ക് വേണ്ടി പോരാടുന്ന, മരണത്തിനു വേണ്ടി ദിവസവും തയ്യാറെടുക്കുന്ന മനുഷ്യരെ ആർക്കും കൊല്ലാനും സാധിക്കുന്നില്ല. അതെ, അവർ മരണത്തെ കാത്തിരിക്കുകയാണ്. ഷഹീദായി മരണപ്പെടാൻ, രക്തസാക്ഷിയായി മരണപ്പെടാൻ കൊതിക്കുന്നവരാണ്. അവരെയാണ് ഇസ്രായേലികൾ പേടിപ്പിച്ച് ഭയപ്പെടുത്തുന്നത്. അവരെയാണ് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെയോ അമേരിക്കയോ മറ്റ് ഇസ്രായേലിനെ കൂട്ടുപിടിക്കുന്ന രാജ്യങ്ങളുടെയോ ഒന്നും എത്ര വലിയ ബോംബുകൾക്ക് മുമ്പിലും അല്ലെങ്കിൽ വെടിപീരങ്കികൾക്ക് മുമ്പിലും അവരെ തോൽപ്പിക്കാനായി സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മരണം കൊണ്ടൊരിക്കലും ഫലസ്തീൻ മക്കളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം മരണം എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്നതാണ്, കാത്തിരിക്കുന്നതാണ്. രക്തസാക്ഷിയായിക്കൊണ്ട് നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതെ, അതിന്റെ നേർക്കാഴ്ചയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാനും സാധിക്കുന്നത്. ഈ ഒരു സഹോദരൻ തന്റെ ഉമ്മയോടും ഉപ്പയോടുമാണ് ആ ഒരു വാക്കുകൾ പറയുന്നത്. നിസ്കാരമെല്ലാം നിർവഹിച്ച് താൻ ഇനി പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിൽ മരണപ്പെട്ടു പോയവർക്കെല്ലാം അർഹമായ സ്ഥാനം നാളെ അല്ലാഹുവിൻ്റെ അടുക്കൽ കൊടുക്കട്ടെ. അവരുടെ എല്ലാം ഖബർ ജീവിതം അല്ലാഹു സുഖത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നാം എല്ലാവരെയും അല്ലാഹു ഒരുമിച്ചു കൂട്ടട്ടെ. ഫലസ്തീൻ മക്കളെ ആക്രമിക്കുന്ന അക്രമകാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. الدرون فوقي بحبك انت وابوي بحبكم كلكم ضروري هعمل صدقات جارية عن روحي ان شاء الله بكون شفيع لكم يوم القيامة. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. سامحيني يا أما ارضيني وارض عني يا رب، ارضني وارض عني يا رب، ارضني وارض عني يا رب، ارضني وارض عني يا الله.
سامحيني يما، ارضى عني انت وابوي، بحبكم كثير كلياتكم، ديروا بالكم على حالكم، اصبروا واحتسبوا، ان شاء الله بكون شفيع لكم يوم القيامة. اخوي حافظ استشهد، وان شاء الله اني بلحقه. الحمد لله رب العالمين، عملنا اللي علينا والباقي على الله. الحمد لله رب العالمين. بحبكم كثير يما يابا. إذا ديروا بالكم على حالكم، والحمد لله رب العالمين. صليت الفجر، قرأت الكهف، وأذكار الصباح، كل شي الحمد لله منيح. وأشهد أن لا إله إلا الله، وأشهد أن محمدا رسول الله. لا إله إلا الله. هاي الدرون بتروح وبتيجي، الدرون بتروح وبتيجي. يلا باي، بحبكم كثير. سامحوني أصحابي.